അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസ്സലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. ജയ്ഹിന്ദ് ടിവിയിലെ സ്നേഹസമ്പന്നരും വിജ്ഞാന കുതുകികളുമായ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് സഹോദരിമാർക്ക് അൽ ജവാബ് എന്ന മധുരവും മനോഹരവുമായ പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അൽഹംദുലില്ലാഹ്, ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്നത് പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റലാണ്. ബഹുമാനനായ ഷഫീഖ് ഡോക്ടർക്ക് അവിടെ വരുന്ന രോഗികൾക്ക് സമാധാനവും ശാന്തിയും ശിഫാവും കൊടുക്കുന്നതിനുള്ള കരുത്തും കഴിവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ സൂറത്തു നാസിആത്തിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വന്നാസിആതി ഗർഖാ വന്നാശിതാതി നശ്താ വസ്സാബിഹാതി സബ്ഹാ ഫസ്സാബിഖാതി സബ്ഖാ ഫൽമുദബ്ബിറാതി അംറാ യൗമ തർജുഫുർ റാജിഫah തത്ബഉഹാ റാദിഫah ഖുലൂബുൻ യൗമഇദിൻ വാജിഫah അബ്സ്വാറുഹാ ഖാശിആ. അല്ലാഹു കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞത് അത്ഭുതകരമായ സത്യം അള്ളാഹു ചെയ്തിരിക്കുകയാണ്. നമ്മൾ ആകാശത്തെ കൊണ്ട് സത്യം ചെയ്തത് കേട്ടു, രാത്രിയും പകലിനെയും കൊണ്ട് സത്യം ചെയ്യുന്നത് നാം പഠിച്ചു, പിന്നെ എന്താണ് തീൻ മരത്തെ കൊണ്ട് സത്യം ചെയ്യുന്നത് നാം പഠിച്ചു. പക്ഷെ ഇവിടെ അള്ളാഹു മനുഷ്യരുടെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കുകളെ ആ പിടിക്കുന്ന രീതി പറഞ്ഞിട്ട് അതിനെ കൊണ്ട് സത്യം ചെയ്യുന്നു. പിന്നെ ആ മലക്കുകളുടെ വിശേഷണം പറഞ്ഞിട്ട് ആ മലക്കുകളെ കൊണ്ട് അള്ളാഹു സത്യം ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ അള്ളാഹു അവതരിപ്പിക്കുന്ന ഗൗരവമുള്ള വിഷയം എന്ന് പറയുന്നത് യൗമ തർജുഫുർ റാജിഫ, ഒരു ഭയാനകരമായ ഭീമാകാരമായ ഗർജനമുണ്ടാകുന്ന ദിവസം. അള്ളാഹു എപ്പോഴും ഇങ്ങനെ ഖിയാമത്ത് നാളിനെ പറഞ്ഞാലും പരലോകത്തിന്റെ ഭയാനകത പറഞ്ഞാലും അള്ളാഹുവിന്റെ ശൈലി തന്നെ ഇങ്ങനെയാണ്. അത് വെറുമൊരു സുഖത്തിന് വേണ്ടിയിട്ടോ ആ ഖുർആനിന്റെ ഒരു അത്ഭുതം നിങ്ങളോട് അറിയിക്കാൻ വേണ്ടിയിട്ടോ അല്ല, അത്ര ഗൗരവമുള്ള ദിവസമായതുകൊണ്ടാണ്. ഭീമാകാരമായ ഗർജനമുള്ള ദിവസം എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ. രണ്ടാമത്തെ ആയത്ത് തത്ബഉഹാ റാദിഫ, തുടർന്ന് രണ്ടാമത് മറ്റൊരു പ്രകമ്പനം കൂടി സംഭവിക്കുന്ന ദിവസം. രണ്ട് പ്രകമ്പനത്തെയാണ് ഇവിടെ പറയുന്നത്. ഒന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നു ഖിയാമത്ത് നാള്, ആകാശങ്ങൾ ഭൂമിയൊക്കെ തകർന്ന് തരിപ്പണമായി നമ്മുടെ ദുനിയാവ് ഒരു ബോൾ ഉരുട്ടുകയാണെങ്കിൽ ഒരു തടസ്സവുമില്ലാതെ നേരെ ഉരുണ്ടു പോകാൻ പറ്റുന്ന വിധത്തിൽ പരന്നു കിടക്കുന്ന ഒരു ഭൂമിയായി മാറും എന്ന ഒന്നാമത്തെ ഗർജനം. രണ്ടാമത്തത് ഇസ്രാഫിൽ അലൈഹിസ്സലാം രണ്ടാമത് സൂറന്ന കാഹളത്തിൽ ഊതുമ്പോഴുണ്ടാകുന്നതാണ്. മരണപ്പെട്ടു പോയവരൊക്കെ ഖബറിന്റെ അകത്തിരുന്ന് എഴുന്നേറ്റ് അള്ളാഹുവിന്റെ മുമ്പിലേക്ക്, സൃഷ്ടാവിന്റെ മുമ്പിലേക്ക്, ആ വരുന്ന രൂപവും ഭാവവും കോലവും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എല്ലാവരും എഴുന്നേറ്റ് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കണ്ണുനീരോടുകൂടി വരുന്ന ഭയാനകരമായ ഒരു നിമിഷത്തെയാണ് രണ്ടാമത്തെ ഒരു ഗർജനമായി ഇവിടെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത്. പക്ഷെ അതല്ല വിഷയം. ഇനി പറയുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുലൂബുൻ യൗമഇദിൻ വാജിഫ, അന്ന് ചില ഹൃദയങ്ങൾ വെപ്രാളപ്പെട്ട് വിറച്ചുകൊണ്ടിരിക്കുന്നതാണ്. ചില ഹൃദയങ്ങൾ അങ്ങനെ വെപ്രാളത്തിൽ വിറച്ചുകൊണ്ടിരിക്കുന്നതാണ്. തെമ്മാടികൾ, ആഭാസന്മാർ, അള്ളാഹു ലോകത്ത് നമുക്ക് വരച്ച് കാണിച്ച അതിർവരമ്പുകളെ നമ്മുടെ ധിക്കാരം കൊണ്ട് ചവിട്ടി മെതിച്ചിട്ട് ഓടി നടക്കുന്നവർ, അവരുടെ ഹൃദയം ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുമെന്നാണ്. അള്ളാഹുവെ ഞങ്ങളെ കാക്കണേ പടച്ചവനെ. എന്നിട്ട് അള്ളാഹു പറയുന്നു അബ്സ്വാറുഹാ ഖാശിആ, അവരുടെ കണ്ണുകൾ ഇങ്ങനെ ഭീതിയാൽ തുറന്നിട്ടിരിക്കും, തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുമെന്നാണ്. വല്ലാത്ത രംഗമാണ്. നമുക്കാർക്കും അത് നേരിടാതെ അള്ളാഹുവിന്റെ വിചാരണയ്ക്ക് മുമ്പിൽ നിൽക്കാൻ പറ്റൂല. എന്തായാലും നേരിട്ടേ പറ്റൂ. ഇത് ഖുർആൻ പറയുന്ന ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ കഥയല്ല, ഏതെങ്കിലും ഒരു വിഭാഗം മാത്രം നേരിടാൻ പോകുന്ന ഒരു രംഗവുമല്ല. നമ്മളെ മുഴുവൻ ആളുകളെയും നിർത്തുന്ന ഭയാനകരമായ നിമിഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്തരം ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ പൊട്ടിക്കരയുമായിരുന്നു. അപ്പോൾ മഹാനായ ഫുളൈൽ ഇബ്നു അയ്യാദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയുന്നുണ്ട്. അദ്ദേഹം ഇമാമത്ത് നിൽക്കുമ്പോൾ പുറകിൽ അദ്ദേഹത്തിന്റെ മകനുണ്ടോ എന്ന് പരിശോധിക്കും. എന്താ കാരണം? ചിലപ്പോൾ അദ്ദേഹം ചോദിക്കും മൗമൂമിങ്ങളോട്, എൻ്റെ മകൻ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും.
മകൻ വന്നിട്ടുണ്ടെങ്കിൽ അന്ന് വളരെ ഗൗരവം കുറഞ്ഞ ആയത്തുകൾ മാത്രം അദ്ദേഹം പാരായണം ചെയ്യും. ഇല്ലെങ്കിൽ മകന് പെട്ടെന്ന് ഇത് വല്ലാതെ എഫക്റ്റായിട്ട് മകൻ ബോധം കെട്ട് വീഴലുണ്ട് അത്ര. ഒരു പ്രാവശ്യം അദ്ദേഹം പരലോകവുമായി ബന്ധപ്പെട്ട ഒരു ആയത്ത് ഓതിയപ്പോൾ മകൻ ബോധം കെട്ട് വീണു. നിസ്കാരം കഴിഞ്ഞ് മകൻ്റെ മുഖത്ത് വെള്ളമൊക്കെ കുടഞ്ഞു, എഴുന്നേറ്റു. അപ്പോൾ മകൻ വീട്ടിലേക്ക് വരുമ്പോൾ ഉമ്മ തൻ്റെ മകനെക്കുറിച്ച് ഭർത്താവിനോട് പറയാൻ, നിങ്ങൾ ഈ മകനെ ഇങ്ങനെ ഖുർആൻ ഓതി കൊല്ലുവോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ പിന്നീട് അദ്ദേഹം ശ്രദ്ധിക്കുമായിരുന്നു, മകനുണ്ടെങ്കിൽ അത്തരം ആയത്തുകൾ പാരായണം ചെയ്യൂല. രണ്ടാമത് മറ്റൊരു ദിവസം മകൻ വന്നത് വാപ്പ അറിഞ്ഞില്ല. വാപ്പ ഗൗരവമുള്ള പരലോകത്തിൻ്റെ ഭയാനകരമായ വിചാരണ, തീ, അതിനെക്കുറിച്ചൊക്കെ അല്ല പറയണ ആയത്തോതി. മകൻ മറിഞ്ഞു വീണു. നിസ്കാരം കഴിഞ്ഞു മകനെ ഉമ്മ വന്ന് വിളിച്ചു, മുഖത്ത് വെള്ളം കുടഞ്ഞു, എഴുന്നേറ്റില്ല. വൈദൻ ഹുവ മയ്യത്തുൻ, ആ സമയത്ത് ആ മകൻ മരണപ്പെട്ടു പോയി എന്നാണ് ചരിത്രം. ഭയാനകരമായ സംഭവമല്ലേ? നമ്മൾ എത്ര പ്രാവശ്യം ഖുർആൻ ഓതി തീർക്കുന്നു. ഇതാ ഇപ്പോൾ റജബ്, ശഅബാൻ, റമദാനൊക്കെ വരുമ്പോൾ നാം അനേകം പ്രാവശ്യം ഖത്തം തീർക്കും. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ തട്ടുന്നില്ലല്ലോ. അങ്ങനെ തട്ടാത്ത ഹൃദയങ്ങൾ ഖുലൂബുൻ യൗമഇദിൻ വാജിഫ, ആ ഹൃദയങ്ങൾ അവിടെ വിറച്ചുകൊണ്ടാണ്, ഭയത്തോടെ വിറച്ചുകൊണ്ടാണ് പടച്ചോന്റെ ലോകത്ത് വരുന്നത്. കണ്ണുകൾ ഭയന്ന് ഭീതിയോടെ തുറച്ചു നോക്കുന്ന ലോകമാണ്. അള്ളാഹു എന്ന് ഞങ്ങളെ കാക്കണേ റബ്ബേ. ഭയാനകരമാണ് രംഗം. അതുകൊണ്ടാണ് അള്ളാഹ് അത്ര ഗൗരവമുള്ള സത്യം ആമുഖമായി സൂറത്ത് നാസിയാത്തിൽ പറഞ്ഞത്. പക്ഷെ അതിനുശേഷം പരലോകവുമായി ബന്ധപ്പെട്ട് അള്ളാഹു എന്താണ് പറയുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. പക്ഷെ അതിന് ഒരാഴ്ച വരെ കാത്തിരിക്കേണ്ടി വരും. ഇന്ന് ഏതായാലും നിങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ അയച്ച കത്തുകളെ, ഇൻഷാ അള്ളാഹ് ചോദ്യോത്തരങ്ങളെ, അതിൻ്റെ ഒരു രംഗമാണ്. ഒരുപാട് ആളുകൾ എഴുതി അയച്ചിട്ടുണ്ട്. കാത്തിരിക്കുക. അതിനുശേഷം അൽഹംദുലില്ലാ നാം മനോഹരമായ ഒരു ദുആ പഠിക്കും. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം കിണറ്റിലേക്ക് വീണപ്പോൾ ഒരു ദുആ ചൊല്ലിയിരുന്നു. പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ, കിണറ്റിൽ വീണതല്ലെങ്കിലും ഒരു ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധി വരുമ്പോൾ ആ ദുആ നമുക്ക് ചൊല്ലാം. ഇൻഷാ അല്ലാഹ് ചോദ്യോത്തരങ്ങൾക്ക് ശേഷം ആ ദുആ നമുക്ക് പഠിക്കാം. ഇപ്പോൾ ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ദക്ഷിണ കേരളത്തിലെ പ്രശസ്ത അസ്ഥി നട്ടെല്ല് രോഗ ചികിത്സാ കേന്ദ്രം എന്റെ നാട്ടിലാണ്. മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ആയുർവേദ ഹോസ്പിറ്റൽ പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, കരുനാഗപ്പള്ളി. 30 വർഷത്തെ സേവന പാരമ്പര്യം. നട്ടെല്ല് തേയ്മാനം, മുട്ടു തേയ്മാനം, പിടലി തേയ്മാനം, ഡിസ്ക് തള്ളൽ ഇവ മൂലം പ്രായഭേദമന്യേ നിരവധി ആളുകൾ തീരാ വേദനയിൽ കഴിയുന്നു. ധാതുക്ഷയം മൂലമുണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾക്ക് പ്രകൃതിയുടെ ജോയിന്റ് റീജനറേഷൻ പ്രോസസ്സിലൂടെ ഓപ്പറേഷൻ കൂടാതെ സുഖം പ്രാപിക്കാം. പ്രകൃതിയിലേക്ക് വരൂ, വേദനയിൽ നിന്ന് മുക്തി നേടൂ. ഞാൻ ഉറപ്പു തരുന്നു. അന്വേഷണങ്ങൾക്ക് ഇടപാൾ 9895023551, തഴവ, കരുനാഗപ്പള്ളി 9809783629, പത്തനാപുരം 9446182437. Make your wedding as unique as your signature. Extensive and exquisite range of signature design materials. Premium bridal lehenga collections. Designer signature Kanchipuram sarees. Finest bridal gowns. An unexampled variety of Indo-Western collection. Come, turn your wedding fantasy into a reality. MK Signature Bridal Square, Kollam. സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ പ്ലാൻ ചെയ്യുകയാണോ? അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള തികച്ചും വ്യത്യസ്തമായ ജ്വല്ലറി ബ്രാൻഡ് അറഫ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും പുതിയ കളക്ഷൻ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, ഹൃദ്യവും ഊഷ്മളവുമായ കസ്റ്റമർ സർവീസ്. എ കംപ്ലീറ്റ് BIS 916 ഹോൾമാർക്ക് ജ്വല്ലറി ഷോറൂം. അറഫ ഗോൾഡ്, അട്ടക്കുളങ്ങര, ട്രിവാൻഡ്രം. അണുബാധയൊന്നുമില്ലല്ലോ. ആർക്ക്? വെള്ളത്തിലേ. ഇത് മോളിലെ വാട്ടർ ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളാ മനുഷ്യ. ഏതാ ടാങ്ക്? മേഘ വാട്ടർ ടാങ്ക്. അപ്പൊ ധൈര്യമായിട്ട് കുടിക്കാം. പൂപ്പലൊന്നും കടക്കില്ല. ശുദ്ധമായ വെള്ളമായിരിക്കും. എന്റെ വീട്ടിലും മേഘ തന്നെയാ. ഓഹോ, അത് ശരി. മേഘ വാട്ടർ ടാങ്ക് ഏത് കാലാവസ്ഥയിലും വർഷങ്ങളോളം. ഈ ഐശ്വര്യത്തിന്റെ രഹസ്യം കൃഷ്ണ തുളസി ഹെയർ ടോണിക്. കൃഷ്ണ തുളസി ഹെയർ ടോണിക് ഒരു MVM ഉൽപ്പന്നം. പ്രകൃതി ആയുർവേദ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. പ്രമേഹത്തിനെതിരെ 25 വർഷത്തെ ഗവേഷണ തപസ്യ. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന പാൻക്രിയാസിന്റെ ബീറ്റ കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയുന്ന അത്ഭുത ഔഷധക്കൂട്ടുമായി പ്രമേഹ ചികിത്സയിൽ പുത്തൻ പ്രതീക്ഷയാവുകയാണ് പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ. ദഹന പ്രക്രിയയെ ത്വരിതപ്പെടുത്തി ശരീരത്തിൽ ഗ്ലൂക്കോസിന്റെയും കൊഴുപ്പിന്റെയും ആഗിരണം ക്രമപ്പെടുത്തുന്നു. രക്തത്തിലെ പഞ്ചസാരയും കൊളസ്ട്രോളും നിയന്ത്രിക്കുന്നു. ഹൃദയത്തിലെ കൊറോണറി ധമനികളിലും മറ്റ് രക്തക്കുഴലുകളിലും അടിഞ്ഞുകൂടുന്ന പ്ലേക്കുകൾ അലിയിച്ച് രക്തചംക്രമണം സുഗമമാക്കുന്നു. അങ്ങനെ പ്രമേഹം, അമിതവണ്ണം, ഹൃദ്രോഗം ഇവയിൽ നിന്നും മുക്തി നൽകുന്നു. പ്രമേഹമുക്തമായൊരു ഭാവി തലമുറയ്ക്കായി പ്രതിബദ്ധതയോടെ
പ്രകൃതി ആയുർവേദ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. അന്വേഷണങ്ങൾക്ക് ഇടപ്പാൾ 9895023551, തഴവ കരുനാഗപ്പള്ളി 9809783629, പത്തനാപുരം 9446182437. അസ്സലാമു അലൈക്കും. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ അൽ ജവാബ് പ്രോഗ്രാമിലെ ചോദ്യോത്തരവേളയിലേക്ക് എല്ലാ ദീനീ സ്നേഹികൾക്കും ഹാർദമായ സ്വാഗതം. എൻ്റെ ഇത്ത ക്യാൻസർ വന്ന് മരണപ്പെട്ടപ്പോൾ അയൽവാസി വാങ്ങിവെച്ചിരുന്ന കഫൻ പുടവയാണ് പൊതിയാൻ വേണ്ടി ഉപയോഗിച്ചത്. ഇതിലെന്തെങ്കിലും തകരാറുണ്ടോ? ഷമീൻ ശാസ്താംകോട്ടത്ത് നിന്നും അയച്ച ലെറ്ററാണ്. അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ കഫം പുടവ എപ്പോഴും നമ്മൾ എന്താക്കുക, നമ്മളൊരു അയൽവാസി എന്ന് വാങ്ങിയത് കൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷെ അയൽവാസിക്ക് പൂർണ്ണമായ പൊരുത്തവും തൃപ്തിയൊക്കെ ആയിരിക്കണം. അല്ലെങ്കിൽ അതൊരു പൊരുത്തക്കേടാണല്ലോ. ഒരാൾ നമ്മൾ ഖബറിലേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ മൊത്തം കാര്യങ്ങൾ പരിശോധിക്കാൻ ഉള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോഴാണ് അയൽവാസിയിൽ നിന്ന് പൊരുത്തമില്ലാത്ത തുണിയായിട്ട് നമ്മൾ പോവുക. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധരിച്ചു കൊണ്ടുവന്ന മനോഹരമായ ഒരു വസ്ത്രം എനിക്ക് വേണം നബി എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ കൊടുത്തു. സഹാബികൾ ആ കൂട്ടുകാരൻ്റെ മുഖത്തേക്ക് നോക്കി, നീ എന്തിനാണ് ചോദിച്ചത്? നബി തങ്ങൾ അല്ലെങ്കിൽ തന്നെ ഇത്തരം വസ്ത്രങ്ങൾ ധരിച്ചതല്ല, ഇത് കൊണ്ടു കൊടുത്തിട്ട് ധരിക്കണമെന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ ആ കൊടുത്ത ആളുടെ സന്തോഷത്തിന് ധരിച്ചതാ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എന്തിനാണ് നീ അത് ചോദിച്ചു വാങ്ങിയെന്ന് ചോദിച്ചപ്പോൾ ആ സഹാബി പറഞ്ഞു, എന്നെ കുറ്റപ്പെടുത്തരുത്, നിങ്ങൾക്ക് മുന്നിൽ നാളെ ഇതിട്ട് ഞെളിഞ്ഞ് നടക്കാൻ വേണ്ടിയിട്ടല്ല, ഞാൻ മരിക്കുമ്പോൾ ഈ തുണി കൊണ്ട് എന്നെ പൊതിഞ്ഞ് കവറിൽ വെക്കണം എന്നതായിരുന്നു എൻ്റെ ആഗ്രഹം, അതിനാണ് ഞാനത് ചെയ്തത്, അതുകൊണ്ട് മാപ്പാക്കണമെന്ന് ആ സ്വഹാബി പറഞ്ഞു. അപ്പം അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അത്ര പൊരുത്തമുള്ള ഒരു തുണി കൊണ്ട് എന്നെ എൻ്റെ മയ്യത്ത് കവറിലേക്ക് കൊണ്ടുപോകണം എന്നതായിരുന്നു. ഇവിടെ അന്നത്തെ സാഹചര്യം, പെട്ടെന്ന് മരണപ്പെട്ടു, അങ്ങനെ കൊണ്ടുവന്ന് അടക്കേണ്ടുന്ന ഒരു സാഹചര്യം വന്നു. അപ്പോൾ പുതിയ തുണി വേണ്ട, ഞാൻ എനിക്ക് വേണ്ടി വാങ്ങി വെച്ചിരിക്കുന്ന തുണി തരാം എന്ന് പറഞ്ഞു. സന്തോഷത്തോടെ വാങ്ങി പൊതിഞ്ഞു. അൽഹംദുലില്ലാ, സന്തോഷം തന്നെ. പക്ഷെ അവിടെ 1% പോലും പൊരുത്തക്കേട് വരാൻ പാടില്ല. 1% പോലും പൊരുത്തക്കേട്. ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ സഹോദരി പറയും, നിന്റെ പെങ്ങളെ പൊതിഞ്ഞത് എൻ്റെ തുണി കൊണ്ടാണെന്ന് ഓർമ്മ വേണോടാന്ന് പറഞ്ഞാൽ കഴിഞ്ഞു കഥ. നമ്മൾ മനുഷ്യരല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകാത്തതാണ് നല്ലത്. ഏതായാലും ഇപ്പോൾ അടക്കിയ സ്ഥിതിക്ക് ഇനി ആ സൂക്ഷ്മതയും ഗൗരവവും ജീവിതത്തിൽ ഉണ്ടാവുക. അള്ളാഹു നമ്മുടെ സ്വന്തം ഹലാലായ പൈസ കൊണ്ട്, വരുമാനത്തിൻ്റെ പൈസ കൊണ്ട് തുണി വാങ്ങി നമ്മളെ പൊതിയുന്ന മക്കളാക്കി നമ്മുടെ മക്കളെ അള്ളാഹു മാറ്റട്ടെ. നമ്മൾ മരിക്കുമ്പോൾ കിളവിന് ചാകാൻ കണ്ട സമയം എന്നൊക്കെ പറഞ്ഞ് പലിശക്കാരെ ഫോൺ വിളിച്ച് 50,000 വരുത്തി അതിൽ നിന്ന് 10,000 കഫൻ തുണി അത്രയൊക്കെ വാങ്ങാൻ വേണ്ടി മാറ്റുന്ന ഒരു അവസ്ഥയെ തൊട്ട് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. മജ്‌ലിസുൻ നൂർ എന്തുകൊണ്ടാണ് പഴയ കാലങ്ങളിൽ നടത്താതിരുന്നത്? അതിപ്പോൾ കൂട്ടമായി പാരായണം ചെയ്യുന്നതിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ഈ ലെറ്റർ അയച്ചത് ഷമീർ വണ്ടൂർ നിന്നുമാണ്. മജ്‌ലിസുൻ നൂറുമായി ബന്ധപ്പെട്ട് ഒരുപാട് കത്തുകൾ വരുന്നുണ്ട്. അപ്പോൾ മജ്‌ലിസുൻ നൂർ നേരത്തെ പണ്ടേ ചൊല്ലാറുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അത് മജ്‌ലിസുൻ നൂർ എന്ന പേരിലില്ലായിരുന്നു എന്ന് മാത്രമാണ്. ഈ മജ്‌ലിസുൻ നൂർ എന്ന് പറഞ്ഞ സംഭവം ഐതല്ലി തങ്ങൾ പാണക്കാട് വീട്ടിലിരുന്ന് എഴുതി ഉണ്ടാക്കിയതല്ല. ഉസ്താദന്മാർ പള്ളിയിൽ നിന്ന് എഴുതി ഇപ്പോൾ ഉണ്ടാക്കി 6 മാസം കൊണ്ട് ഇറങ്ങിയതൊന്നുമല്ല. അത് പണ്ട് മുതലേ നമ്മുടെ കിതാബുകളുള്ളതാണ്. അസ്ഹാബുൽ ബദറിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയുള്ള ബൈത്താണ്. അവരുടെ കാവലും പൊരുത്തവും സ്നേഹമൊക്കെ കിട്ടുന്നതിന് വേണ്ടിയുള്ള മനോഹരമായ ബൈത്താണ്. അത് ചൊല്ലിയിട്ട് പണ്ടുള്ളവർ എത്രയോ മാരക രോഗങ്ങളൊക്കെ പടർന്നു പിടിക്കുന്ന സമയത്തൊക്കെ ഇത് കൂട്ടമായി ചൊല്ലി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ രോഗങ്ങൾ പടർന്നു പിടിച്ചു, മനുഷ്യർ വല്ലാത്ത ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ആയി. അങ്ങനെ വന്നപ്പോൾ പാണക്കാട് സയ്യിദ് ഐദല്ലി ശിഹാബ് തങ്ങൾ സമസ്തയുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെ തീരുമാനിച്ചു. ഇത് സജീവമായി നമ്മുടെ മുസ്ലിം വീടുകളിൽ, പള്ളികളിൽ ചൊല്ലാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. പക്ഷെ ആ തീരുമാനമെടുക്കുമ്പോൾ അതിന് കുറച്ചുകൂടി ഒരു ഭംഗി, രൂപരേഖ ഉണ്ടാക്കി. അങ്ങനെയാണ് അതിന് മജ്‌ലിസുൻ നൂർ എന്ന പേരൊക്കെ ഇട്ട് അതിന് മുമ്പുള്ള ഫാത്തിഹയും അതിൻ്റെ കുറേ നിയമങ്ങളും അച്ചടക്കവും ഒക്കെ വന്നു. അൽഹംദുലില്ലാ, എത്ര അത്ഭുതമാണ് നടക്കുന്നത് അതിലൂടെ, എത്ര അത്ഭുതം. നമ്മുടെ സ്നേഹസാഗരത്തിലൊക്കെ അത് എല്ലാ മാസവും ചൊല്ലുന്നുണ്ട്. ചൊല്ലിയിട്ട് സ്നേഹസാഗരത്തിന് ഭക്ഷണം കൊടുക്കുന്നവർ, ബിൽഡിങ്ങിന് സഹായിക്കുന്നവർ, ഇപ്പോൾ അൽ ജവാബിലെ പ്രോഗ്രാമൊക്കെ കണ്ട് ഓരോ പവൻ സ്വർണ്ണമൊക്കെ തരുന്ന ഒരുപാട് സഹോദരിമാരുണ്ട് സ്നേഹസാഗരത്തിൽ. അവർക്കൊക്കെ വേണ്ടി എല്ലാ മാസവും ദുആയാണ്. അപ്പം മജ്‌ലിസുൻ നൂർ അതാണ്, അല്ലാതെ പണ്ട് മുതലേ ഇല്ലാത്തതല്ല, ഇപ്പോൾ 6 മാസം കൊണ്ട് ഉണ്ടാക്കിയതൊന്നുമല്ല. പിന്നെ ഇത് കൂട്ടമായി ഇങ്ങനെ ചൊല്ലി വരുമ്പോൾ ഓരോ സ്ഥലത്ത് അത് ചൊല്ലുന്നതിൻ്റെ നേട്ടവും ബറക്കത്തും കണ്ടിട്ട്
ബാക്കിയുള്ള സ്ഥലത്ത് ചൊല്ലുന്നു. സജീവമായ എല്ലാ സ്ഥലത്തും അതിങ്ങനെ ചൊല്ലുന്നു. ഞാൻ എൻ്റെ വീട്ടിൽ എല്ലാ മാസവും ചൊല്ലലുണ്ട്. 11-ാം തീയതി സ്നേഹസാഗരത്തിലും അല്ലാത്ത ദിവസങ്ങൾ വീട്ടിലുള്ളപ്പോൾ വീട്ടിലും. അത് വലിയ ബറക്കത്താണ്. അള്ളാഹു അത് നിരന്തരം ചൊല്ലാൻ നിങ്ങൾക്കും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഷറഫ് നാലാഞ്ചിറ നിന്നും അയച്ച് ചോദിച്ചിരിക്കുകയാണ്, വാപ്പ ഉംറയ്ക്ക് പോയി അവിടെ വെച്ച് മരണപ്പെട്ടു. മക്കളായ നമുക്ക് നാട്ടിൽ ഇനി എന്തൊക്കെ ചെയ്താലാണ് വാപ്പായ്ക്ക് പൊരുത്തം കിട്ടുക? ആദ്യം ജീവിതകാലത്ത് വാപ്പാടെ പൊരുത്തം കിട്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ മരണപ്പെട്ടു പോയിന് പറഞ്ഞിട്ട് കാര്യമില്ല. ജീവിച്ചിരിക്കുന്നവരോട് പറയുന്നു, മരിക്കുന്നത് വരെ പൊരുത്തത്തിന് കാത്തിരിക്കരുത്. വാപ്പയെ സ്നേഹിക്കുക, ഇഷ്ടപ്പെടുക, ഖിദ്മത്ത് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു കൊടുക്കുക, സഹായിക്കാൻ പറ്റുന്നതൊക്കെ ചെയ്തു കൊടുക്കുക, ഒക്കെ ചെയ്യുക. മരണപ്പെട്ടു പോയാൽ അൽഹംദുലില്ലാ ഉപ്പായപ്പോൾ അവിടെ അടക്കി. ഇവിടെ ആയിരുന്നെങ്കിൽ കുളിപ്പിക്കാനും നിസ്കരിക്കാനും ഒക്കെ നിന്ന് അങ്ങനെയൊക്കെ കുറേ പൊരുത്തം വാങ്ങാമായിരുന്നു. ഇപ്പോൾ എല്ലാം അവിടെയായി, അവിടെ തന്നെ അടക്കി. വാപ്പ അള്ളാൻ്റെ പൊരുത്തം നേടി ഹറമിൽ അടക്കി. മാഷാ അല്ലാ, അള്ളാഹു താല സ്വർഗം കൊടുക്കട്ടെ. അപ്പോൾ ഈ മകനെ സംബന്ധിച്ചിടത്തോളം ഇനി ചെയ്യാനുള്ളത് വാപ്പാക്ക് വേണ്ടി ഹദിയകൾ ചെയ്യാം, സ്വതക്കളുടെ കല്യാണത്തിന് സഹായിക്കാം, വാപ്പാൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ട കുടുംബത്തിന് കിണർ വെട്ടിക്കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഈ അടുത്ത സമയത്ത് ശ്രദ്ധിച്ചതാണ്, നമ്മുടെ അബ്ദുൽ നാസർ മാദിനിയുടെ ഉമ്മ മരണപ്പെട്ടു പോയപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട്, ഞാനിപ്പോൾ ബാംഗ്ലൂരിൽ പോയപ്പോൾ മുപ്പരെ കണ്ടിരുന്നല്ല, അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ട് ഉമ്മാക്ക് വേണ്ടിയിട്ട് അദ്ദേഹം കിണർ കുത്തി കൊടുക്കാൻ തീരുമാനിച്ചു. കുറേ സ്ഥലത്ത് അർഹതപ്പെട്ട ഏറ്റവും പാവങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് കിണർ വെട്ടി കൊടുക്കുക. ഭയങ്കര പ്രതിഫലമാണ്. മരണപ്പെട്ടവർക്ക് ഇതിൽ പരം കൂലി കിട്ടുന്ന ഒരു കാര്യമില്ല. അതിൻ്റെ പേരിൽ കിണർ വെട്ടി കൊടുക്കുക, വാപ്പാടെ പേരിലും ഉമ്മാടെ പേരിലൊക്കെ കിണർ വെട്ടി കൊടുക്കുക. ഇപ്പോൾ സ്നേഹസാഗരത്തിൽ വലിയ കിണർ വെട്ടിയിരിക്കുന്നത് ബഹ്റൈനിലെ KMCC കാരുണ്യ പ്രവർത്തകർ വെട്ടിത്തന്ന കിണറാണ്. അപ്പോൾ അങ്ങനെ വലിയ പുണ്യമാണ്. വാപ്പാക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാം. പിന്നെ ഭക്ഷണം കൊടുക്കാം അന്നദാനം സ്ഥാപനങ്ങളിൽ, സ്നേഹസാഗരം പോലെയുള്ള അല്ലെങ്കിൽ അനാഥ മന്ദിരങ്ങൾ പോലെയുള്ള, പിന്നെ വടിയോരങ്ങളിലൊക്കെ ഇരിക്കുന്നവർക്കൊക്കെ വാപ്പാൻ്റെ പേരിൽ ഭക്ഷണം കൊടുക്കാം. അങ്ങനെ അയൽവാസികൾക്ക് ഭക്ഷണം വെച്ച് കൊടുക്കാം. വാപ്പ മരണപ്പെട്ട ദിവസത്തിൽ വീട്ടിൽ പ്രത്യേകിച്ച് ദുആ നടത്താം. വാപ്പാക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യാം. സ്വതക്ക ചെയ്യാം, വാപ്പാക്ക് വേണ്ടിയിട്ട് ഹദിയ ചെയ്യാം, വാപ്പാക്ക് വേണ്ടി പള്ളി വെച്ച് കൊടുക്കാം, പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാം, ഒക്കെ ചെയ്യാം. ഇതൊക്കെ വാപ്പാക്ക് വേണ്ടി കബറിൽ കിട്ടുന്ന വലിയ നിഅമത്താണ്. അതുകൊണ്ട് വാപ്പ എന്ത് ചെയ്യും? മകന് പൊരുത്തപ്പെട്ട് തരും. ഇപ്പം ഇങ്ങനൊരു ചോദ്യം ചോദിച്ചത് തന്നെ വാപ്പയോടുള്ള സ്നേഹം കൊണ്ടാണല്ലോ. നമ്മളൊക്കെ മരിക്കുമ്പോൾ ഇങ്ങനെ നമ്മളെ സ്നേഹിച്ച് സ്വതക്ക ചെയ്യുന്ന സ്നേഹിക്കുന്ന മക്കളെ അള്ളാഹു നമുക്ക് പകരം തരട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പല ഉംറ ഗ്രൂപ്പുകളും പല രൂപത്തിലാണ് ഉംറയ്ക്ക് ക്യാഷ് വാങ്ങുന്നത്. കൂടുതൽ കൊടുത്ത് പോകുന്നവർക്ക് കൂടുതലും കുറച്ച് കൊടുത്ത് പോകുന്നവർക്ക് കുറച്ചും കൂലിയാണോ കിട്ടുക? ഇത് ചോദിച്ചിരിക്കുന്നത് ആരിഫ മേലതിൽ. ഉംറയുടെ വിഷയം ഒരു വലിയ വിഷയം തന്നെയാണ്. അതൊരു വലിയ വിഷയം തന്നെയാണ്. ഞാനിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് അതൊന്ന് നിർത്തി വെച്ചിരിക്കുകയാണ്. ഞാനങ്ങനെ പ്രത്യേകിച്ചൊരു ട്രാവൽസിൻ്റെ ആളല്ല. ഇന്ന ട്രാവൽസിലേ പോകൂ, അതിലേ പോകാവൂ, അങ്ങനെയൊന്നും അതിൻ്റെ ഒരു പ്രത്യേക ചീഫ് അമീർ ഒന്നുമല്ല. വല്ലപ്പോഴും ഉംറയ്ക്ക് പോകുന്ന ഒരു ആഗ്രഹം വരുമ്പോൾ ഏതെങ്കിലും ട്രാവൽസുമായിട്ട് ബന്ധപ്പെടും. ഇൻഷാ അല്ലാ ഞാൻ എൻ്റെ ഉംറയുടെ കാശ് കൊടുത്തിട്ട് ഉംറയ്ക്ക് പോകും. അങ്ങനെയാണ് ആഗ്രഹം. അപ്പോൾ ചില ഗ്രൂപ്പുകാർ എന്ത് ചെയ്യും? 60,000 വാങ്ങും, ചിലർ 55 വാങ്ങും, ചിലർ 52 വാങ്ങും, ചിലർ 48 വാങ്ങും. അപ്പോൾ അത് അവരുടേതാകുന്ന പിന്നെ ചാർജാണ്. അവർക്ക് അവിടെ പോയി വിസ ശരിയാക്കണം, അവിടെ പോയി നിങ്ങൾക്ക് റൂം ശരിയാക്കണം, ഫുഡ് തയ്യാറാക്കി തരണം, അതിനൊക്കെ അവർക്ക് സാമ്പത്തികം ചിലവുണ്ട്. ചില ആളുകൾ കുറച്ചുകൂടെ ക്വാളിറ്റി തരുമ്പോൾ കാശ് കൂടും, ചിലർ കുറച്ച് തരുമ്പോൾ കാശ് കുറയും. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ ഇത്രയും കൊടുത്തത് കൊണ്ട് നമുക്ക് ഇത്ര പ്രതിഫലം കിട്ടുള്ളൂ അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. പ്രതിഫലമൊക്കെ കിട്ടുന്നത് മാഷാ അല്ലാ അവിടെയാണ്. അവിടെ ചെന്നിട്ടുള്ള നമ്മുടെ സമീപനവും നമ്മുടെ പെരുമാറ്റവും, നമ്മൾ ചെയ്യുന്ന ഉംറ അള്ളാഹു സ്വീകരിക്കാൻ, നമുക്ക് അവിടെ ഹറമിൽ കിട്ടിയ അവസരത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ, അള്ളാഹുവിൻ്റെ പരിശുദ്ധ മക്കത്ത് നമുക്ക് എത്ര മാത്രം സമയം ചിലവഴിച്ച് നിസ്കരിക്കാനും ഇബാദത്ത് ചെയ്യാനും തവാഫ് ചെയ്യാനും ഒക്കെ കഴിയണോ അത്രയും നമ്മളങ്ങോട്ട് ഉപയോഗപ്പെടുത്തുക. അതിനാണ് പ്രതിഫലം കിട്ടുക, അവിടെയാണ് പ്രതിഫലം കിട്ടുക. ഇവിടെ പിന്നെ അൽഹംദുലില്ലാഹ് നമ്മൾ ചിലവഴിക്കുന്ന പൈസയ്ക്ക് കൂലി കിട്ടും. ഹലാലായ പൈസ ആയിരിക്കുക, ആരെയും പറ്റിച്ചതും വഞ്ചിച്ചതൊന്നും ആവാതിരിക്കുക. പിന്നെ ഒരുവിധമൊക്കെ അച്ചടക്കവും ഒതുക്കമുള്ള ഗ്രൂപ്പുകളിലേക്ക് പോകാൻ ശ്രദ്ധിക്കുക. ഇന്ന് ഗ്രൂപ്പുകളുടെ ആധിക്യമാണ്. എല്ലാവരും വലിയ ബിസിനസ്സാണല്ലോ. ചെറിയ ചെറിയ പിന്നെ ട്രാവൽസുകൾക്ക് പോലും ഒരുപാട് ബിസിനസ്സാണ്. ഉംറ എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് നടത്താൻ പറ്റുന്ന സംവിധാനമാണ്. അപ്പോൾ ഒരുവിധമൊക്കെ മനുഷ്യപ്പറ്റുള്ള ട്രാവൽസുമായിട്ട് ബന്ധപ്പെട്ട് പോവുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ. വേദന ഏതുമായിക്കോട്ടെ,
എത്ര കഠിനവുമായിക്കോട്ടെ, വേദന സംഹാരികൾ അപകടകാരികളാണ്. മുട്ടുവേദന, പിടലിവേദന, നടുവേദന, ഉപ്പൂറ്റിവേദന, സന്ധികളുടെ തേയ്മാനം, ഡിസ്ക് തള്ളൽ ഇവയെല്ലാം ഓപ്പറേഷൻ കൂടാതെ വേദന കുറച്ച് ചലനശേഷി വീണ്ടെടുക്കാം. പ്രകൃതിയിലേക്ക് വരൂ, വേദനയിൽ നിന്നും മുക്തി നേടൂ. ഫോൺ 9446182437. പ്രമേഹത്തെ ഭയപ്പെടേണ്ട, പ്രകൃതിയിലേക്ക് വരൂ. ചുരുങ്ങിയ നാളുകളിൽ പ്രമേഹം നിയന്ത്രണ വിധേയമാക്കാം. പ്രമേഹം മൂലമുള്ള ദുരിതങ്ങളും മറ്റു മരുന്നുകൾ സൃഷ്ടിച്ച പാർശ്വഫലങ്ങളും അകറ്റി ആരോഗ്യം വീണ്ടെടുക്കാം. ഹൃദയം, വൃക്കകൾ, നാഡീവ്യൂഹം, ധമനികൾ, കണ്ണുകൾ തുടങ്ങി ശരീരത്തെ മുഴുവൻ സംരക്ഷിക്കാം. പ്രകൃതിയുടെ പ്രമേഹ ചികിത്സയിലൂടെ ആരോഗ്യപൂർണമായ ജീവിതം നയിക്കുന്ന ആയിരങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഫോൺ 9446182437. കുട്ടികളിലും മുതിർന്നവരിലുമുള്ള അലർജി, തുമ്മൽ, തലനീരിറക്കം, ആസ്മ ഇവയെല്ലാം എത്ര പഴകിയതോ ആയിക്കോട്ടെ, ചുരുങ്ങിയ കാലം കൊണ്ട് സുഖപ്പെടുത്താം. ഇൻഹേലറുകൾ, സ്റ്റിറോയിഡുകൾ ഇവയെല്ലാം ഒഴിവാക്കാം. പ്രകൃതിയിലേക്ക് വരൂ, ദീർഘായുസ്സായിരിക്കൂ. ഫോൺ 9446182437. വിശ്വസ്ത വസ്ത്രവ്യാപാരത്തിന്റെ വിജയത്തിളക്കവുമായി MK ഫാബ്രിക്സ് 30ാം വർഷത്തിലേക്ക് 5 നിലകളിലായി 50,000 സ്ക്വയർ ഫീറ്റിൽ വിശാലമായ വസ്ത്രശേഖരവുമായി കൊല്ലം പട്ടണത്തിലെ ഏറ്റവും വലിയ വസ്ത്രവ്യാപാരശാല. പ്രശസ്ത ബ്രാൻഡുകളുടെ മഫ്തകളും പർദ്ദകളും ഹിജാബുകളും ഉലാമ മഹത്തുക്കൾക്കും ഊത്താലീമുകൾക്കും ആവശ്യമായ ജുബ്ബകൾ, മുണ്ടുകളുടെ പ്രത്യേക കളക്ഷൻസ്. MK ഫാബ്രിക്സ്, കോൺവെന്റ് റോഡ്, കൊല്ലം. ഇനി കല്യാണ പെണ്ണാകാൻ ആരും കൊതിക്കും. സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ പ്ലാൻ ചെയ്യുകയാണോ? അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള തികച്ചും വ്യത്യസ്തമായ ജ്വല്ലറി ബ്രാൻഡ് അറഫ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും പുതിയ കളക്ഷൻ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, ഹൃദ്യവും ഊഷ്മളവുമായ കസ്റ്റമർ സർവീസ്. എ കംപ്ലീറ്റ് BIS 916 ഹോൾമാർക്ക് ജ്വല്ലറി ഷോറൂം. അറഫ ഗോൾഡ്, അട്ടക്കുളങ്ങര, ട്രിവാൻഡ്രം. കൃഷ്ണതുളസിയുടെ പരിശുദ്ധി ഇനി വീടിനുള്ളിലേക്ക്. കൃഷ്ണതുളസി കഫ് സിറപ്പ് ഉണ്ടെങ്കിൽ ചുമ, തുമ്മൽ, ജലദോഷം, കഫക്കെട്ട് എല്ലാം പമ്പ കിടക്കും. കൃഷ്ണ തുളസി കഫ് സിറപ്പ്. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ. കുട്ടികളിലും മുതിർന്നവരിലുമുള്ള തുമ്മൽ, ചുമ, അലർജി, ആസ്മ തുടങ്ങിയ രോഗങ്ങൾ എത്ര പഴയതുമാകട്ടെ ചികിത്സിച്ചു ഭേദമാക്കാം. അസിഡിറ്റി, അൾസർ, പൊളിച്ചതികട്ടൽ, കുടലിലെ രക്തം പോക്ക്, IBS തുടങ്ങി ആമാശയം, കുടൽ എന്നിവയെ ബാധിക്കുന്ന രോഗങ്ങൾക്ക് പരിശോധനകളും ചികിത്സകളും നടത്തി കുഴഞ്ഞില്ലേ? പ്രകൃതിയിലേക്ക് വരൂ, ശാശ്വത പരിഹാരം നേടൂ. പൈൽസ്, വെരിക്കോസ് വെയിൻ, രക്തധമനികളിലെ ബ്ലോക്ക്, ത്രോംബോസിസ് തുടങ്ങിയ രോഗങ്ങൾ ഓപ്പറേഷൻ കൂടാതെ ആഹാര ക്രമീകരണത്തിലൂടെയും ഔഷധ സേവയിലൂടെയും സുഖപ്പെടുത്തുന്നു. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ. വിളിക്കേണ്ട നമ്പർ 9446182437, 9895023551. അൽഹംദുലില്ലാ. ഇന്ന് ചോദ്യങ്ങൾ അയച്ച മുഴുവൻ ആളുകൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം തരട്ടെ. ഒന്നാം സമ്മാനമായി നമ്മൾ കൊടുക്കുന്ന ചോദ്യകർത്താവിനുള്ള സമ്മാനം കൊടുക്കുന്നത് അറഫ ഗോൾഡ്, തിരുവനന്തപുരം. എത്രയോ വർഷങ്ങളായി ബഹുമാനായ അബ്ദുൽ ലത്തീഫ് സാഹിബുമായുള്ള ബന്ധമാണ്. ഞങ്ങൾ പറയുന്നതൊക്കെ അദ്ദേഹം ചെയ്യും. അദ്ദേഹം അതിന് വലിയ തൽപരനാണ്. അള്ളാഹു അദ്ദേഹത്തിന് ബിസിനസ്സിൽ പുരോഗതി കൊടുക്കുമാറാകട്ടെ. രണ്ടാം സമ്മാനം കൊടുക്കുന്നത് MK ഫാബ്രിക്സ്, കൊല്ലം. മാഷാ അള്ളാഹ്, ബഹുമാനായ നാസറുദ്ദീൻ സാഹിബ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ മകൻ, കുടുംബക്കാർ എല്ലാവരും ഞങ്ങളുമായി അഭേദ്യമായ ബന്ധമാണ് എന്നതിലുപരി അള്ളാഹുവിനെ സ്നേഹിക്കുന്ന കുടുംബമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് നന്മകളാണ് അള്ളാഹു ധാരാളം കൊടുക്കുന്നത്. എല്ലാ ഇടങ്ങേറും ആപത്തും അള്ളാഹു അവരിൽ നിന്നും കച്ചവടത്തിൽ നിന്നും മാറ്റി കൊടുക്കുമാറാകട്ടെ. ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിരുന്ന ദുആ ഒരു വലിയ ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുണ്ടായ ദുആയാണ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാം ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തൻ്റെ കൂടപ്പിറപ്പുകൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോടുള്ള അസൂയ കൊണ്ട്, കാരണം ഉപ്പാക്ക് യൂസുഫ് നബിയോട് സ്നേഹം, യൂസുഫ് നബിക്ക് വല്ലാത്ത സൗന്ദര്യം, അപ്പോൾ ഈ പരിഗണന കൂടപ്പിറപ്പുകൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അവർ യൂസുഫ് നബിയെ കൊല്ലാൻ തീരുമാനിച്ചു. എല്ലാവരും കൂടി ചർച്ച ചെയ്തിട്ട് അവസാനം കൊല്ലണ്ട, നമുക്ക് കൊണ്ട് ഉപേക്ഷിക്കാം എന്ന് പറഞ്ഞിട്ട് തീരുമാനിച്ചു. വാപ്പയുടെ അനുവാദം ചോദിച്ച് കളിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് പോയിട്ട് ഒരു വലിയ കിണറ്റിലേക്ക് യൂസുഫ് നബിയെ തള്ളിയിട്ടിട്ട് യൂസുഫ് നബിയെ വനാന്തരത്തിൽ നിന്ന് ചെന്നായി പിടിച്ചുകൊണ്ട് പോയി എന്ന് വീട്ടിൽ പോയി പറയാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ തന്നെ അവർ ചെയ്തു. ചരിത്രം പറയാൻ നമുക്ക് നമ്മുടെ ഈ സദസ്സും നമ്മുടെ ഈ സമയവും അനുവദിക്കുന്നില്ല. ചരിത്രമൊക്കെ റമദാനിൽ അൽ ബയാനിലൂടെ നമുക്ക് പഠിക്കാം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. അപ്പോൾ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. കിണറ്റിനകത്തേക്ക് വീഴുന്ന ചെറിയ പ്രായത്തിലുള്ള യൂസുഫ് നബി അലൈഹി സ്വലാം ആ സമയത്ത് ചൊല്ലിയ ഒരു ദിക്റാണ്. ആ ദിക്ർ ചൊല്ലിയതിനെ കുറിച്ച് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ പറഞ്ഞു, നബിയെ, യൂസുഫ് നബി ആ ദിക്ർ ചൊല്ലിയപ്പോൾ അള്ളാഹു എന്നോട് പറഞ്ഞു, യൂസുഫ് നബിയെ കിണറ്റിൽ വീഴുന്നതിന് മുമ്പ് തന്നെ നിന്റെ ചിറക്, നിന്റെ കൈ വിരിച്ചു കൊടുക്കണമെന്നാണ്. അങ്ങനെ ഞാൻ യൂസുഫ് നബിയെ എൻ്റെ കയ്യിലേക്ക്, എൻ്റെ മടിയിലേക്ക് സ്വീകരിച്ചു എന്നാണ് ജിബ്രീൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞത്. മനുഷ്യന്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാവാം, സാമ്പത്തിക പരാധീനതകൾ വരാം, ചിലപ്പോൾ ആത്മഹത്യ ചെയ്യേണ്ടി വരുമോ എന്ന് ചിന്തിച്ചു പോകുന്ന നിമിഷങ്ങൾ ഉണ്ടാകാം. ആ നിമിഷങ്ങളിൽ ഈ ദുആ നമുക്ക് ശരിക്ക് ആവശ്യമാണ്. എല്ലാവരും എഴുതിയെടുക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ ഷാഹിദൻ ഗൈറ ഗായിബ് യാ ഖരീബൻ ഗൈറ ബഗീദ് اللهم اجعلني من أمري فرجا ومخرجا يا شاهدا غير غائب يا قريبا غير بعيد اللهم اجعلني من أمري فرجا ومخرجا اللهم اجعلني من أمري فرجا ومخرجا يا شاهدا غير غائب يا قريبا غير بعيد അല്ലാഹുമ്മ ജഅൽനി മിൻ അംരി ഫറജൻ വമഖ്റജാ. ഒരിക്കൽ കൂടി പറയാം, എല്ലാവരും ഒന്ന് വ്യക്തമായി എഴുതിയെടുക്കുക. യാ ഷാഹിദൻ ഗൈറ ഗായിബ്, അല്ലയോ മറഞ്ഞിരിക്കുന്നവനല്ലാതെ മുമ്പിലിരിക്കുന്ന അല്ലാഹുവേ. യാ ഖരീബൻ, ഖരീബൻ രണ്ട് പുള്ളിയുള്ള ഖോഫാണ്. യാ ഖരീബൻ ഗൈറ ബഈദ്, വിദൂരത്തല്ലാതെ അടുത്തിരിക്കുന്ന റബ്ബേ, വിദൂരത്തല്ലാതെ അടുത്തിരിക്കുന്ന റബ്ബേ. ഇജ്അൽനി മിൻ അംരി ഫറജൻ വമഖ്റജ, എൻ്റെ ഈ വിഷയത്തിൽ ഒരു വഴി നീ തുറന്നു തരണേ റബ്ബേ എന്നാണ്. എൻ്റെ ഈ വിഷയത്തിൽ ഒരു വഴി നീ എനിക്ക് തുറന്നു തരണേ റബ്ബേ എന്ന്. എത്ര നല്ല ദുആ. മനുഷ്യൻ എന്തൊക്കെ പ്രതിസന്ധികളുണ്ട്, എന്തൊക്കെ പ്രയാസങ്ങളുണ്ട്, അതിൽ നിന്നൊക്കെ കരകയറാൻ ഈ ദുആ നമുക്ക് ആവശ്യവും അനിവാര്യവുമാണ്. അള്ളാഹു പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീക്ക് തരട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ധൈര്യമായി നിങ്ങളുടെ കാര്യങ്ങൾ എഴുതി അറിയിക്കുക. ചോദ്യങ്ങൾ, നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ എഴുതുക. AM നൗഷാദ് ബാക്കവി, അൽ ജവാബ്, ദാറുൽ ഇഷ്ക്, തെണ്ണൂർക്കുണം, മുടപുരം PO, ചിറയൻകീഴ്, തിരുവനന്തപുരം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്നത് പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റലാണ്. കൊല്ലം കരുനാഗപ്പള്ളി തഴവയിൽ, പത്തനാപുരത്ത്, മലപ്പുറം ജില്ലയുടെ എടപ്പാൾ, എറണാകുളം ജില്ലയുടെ എടപ്പള്ളിയിൽ പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് അവിടെ വരുന്നവർക്കൊക്കെ അള്ളാഹു ഈ വിനീതന്റെ മജ്ലിസിന്റെയും ഈ സദസ്സിന്റെയും ബറക്കത്ത് കൊണ്ട് രോഗശാന്തി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ആ ഹോസ്പിറ്റലിലേക്ക് വരുന്ന രോഗികൾക്ക് പൂർണ്ണമായ ശിഫാ ഈ ഖുർആനിന്റെ പഠനത്തെ സഹായിക്കുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ ഈ വിനീതനും എന്നോടൊപ്പം ഈ സ്റ്റുഡിയോയിൽ ഇതിന്റെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് സഹായിക്കുന്നവർക്കും ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ദുആ വസിയത്തോടെ വിട ചോദിക്കുകയാണ്. അടുത്ത വെള്ളിയാഴ്ചയിൽ ഇതേ സമയം ഇതേ പ്രോഗ്രാമുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പാവങ്ങളെത്ര പൊഴിഞ്ഞു വീണൻ പാരിലെ ജീവതരു